ഒരിക്കൽ ഹോജയ്ക്ക് തൻ്റെ വീട്ടിൽ ഒരു വലിയ ചെമ്പുപാത്രത്തിൻ്റെ ആവശ്യമുണ്ടായി. അദ്ദേഹം അയൽക്കാരൻ്റെ വീട്ടിൽ ചെന്ന് പാത്രം കടം ചോദിച്ചു. അയൽക്കാരൻ സന്തോഷത്തോടെ പാത്രം നൽകി. പിറ്റേന്ന് പാത്രം തിരികെ നൽകിയപ്പോൾ അതിലൊരു ചെറിയ പാത്രം കൂടി വച്ചുകൊടുത്തു. ഇത് കണ്ട അയൽക്കാരൻ ഹോജയോട് ചോദിച്ചു, "എന്തിനാണ് ഈ ചെറിയ പാത്രം?" അപ്പോൾ ഹോജ പറഞ്ഞു, "നിങ്ങളുടെ പാത്രം എൻ്റെ വീട്ടിലിരുന്നപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി." ഹോജയ്ക്ക് ഭ്രാന്തായോ എന്ന് സംശയിച്ചെങ്കിലും സൗജന്യമായി ഒരു പാത്രം കിട്ടിയ സന്തോഷത്തിൽ അയാളൊന്നും മിണ്ടിയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഹോജ ആ വലിയ ചെമ്പുപാത്രം കടം ചോദിച്ചു. ഒരു പാത്രം കൂടി കിട്ടുമല്ലോ എന്ന സന്തോഷത്തിൽ അയൽക്കാരൻ പാത്രം നൽകി. എന്നാൽ ഹോജ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പാത്രം തിരികെ കൊടുത്തില്ല. അയൽക്കാരൻ ഹോജയുടെ അടുത്ത് ചെന്ന് പാത്രം തിരികെ ചോദിച്ചു. അപ്പോൾ ഹോജ സുഹൃത്തിനോട് പറഞ്ഞു, "നിങ്ങളുടെ പാത്രം മരിച്ചുപോയി. അത് പറയാൻ എനിക്ക് വിഷമമുണ്ട്." അയൽക്കാരൻ വളരെ ദേഷ്യത്തോടു കൂടി ചോദിച്ചു, "നിങ്ങൾ എന്താണീ പറയുന്നത്? പാത്രം ഒരു വസ്തുവാണ്. അതെങ്ങനെയാണ് മരിക്കുന്നത്?" അപ്പോൾ ഹോജ പറഞ്ഞു, "നിങ്ങളുടെ പാത്രത്തിന് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുമെങ്കിൽ അതിന് മരിക്കുവാനും കഴിയും. പിറന്ന കുഞ്ഞിനെ സന്തോഷത്തോടെ സ്വീകരിച്ച നിങ്ങൾക്ക് മരണമെന്ന ദുഃഖത്തെയും അംഗീകരിച്ചേ മതിയാവൂ."